മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് രണ്ടാമത്തൊരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. ബില്യൺ കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അവരത് ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത്, ഖുർആൻ ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ പല സംഘടനകളും പല ചിന്താ പ്രസ്ഥാനങ്ങളുമുണ്ട്. എന്നാൽ പോലും ഖുർആനിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഖുർആനിനെ കുറിച്ച് വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത, അവരെ പഠിപ്പിക്കാത്ത ആശയമാണ് മുസ്ലിങ്ങളെ മേൽ വെച്ച് കെട്ടിയിട്ട് ഖുർആൻ വെച്ചിട്ട് പറയുന്നത് അവരങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന് പറയുന്നിടത്ത് മാഷ് പറയുന്നത്, പിന്നെ ഹജ്ജിന് പോയവർക്കറിയാം, സഫാ മർവ എന്ന ഈ രണ്ട് കുന്നുകളെ ശആഇരില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ വിഗ്രഹങ്ങളാണ്, ബിംബങ്ങളാണെന്നാണ് മാഷ് പറയുന്നത്. മുസ്ലിങ്ങൾ പൊതുവെ ബഹുദൈവാരാധനക്കെതിരാണ്. അതുകൊണ്ട് മാഷ് തന്നെ പറയും ബഹുദൈവാരാധനക്കെതിരാണ്, പക്ഷേ ബിംബങ്ങൾ അവർക്ക് ഉണ്ട് താനും, അതിനൊരു കുഴപ്പമില്ല എന്നാണ്. ഖുർആൻ ക്ലാസ് എടുക്കണമെങ്കിൽ ഖുർആനിനെ അതിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ഒരാൾക്കാണ് അത് ക്ലാസ് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. ഞാനത് ക്ലാസ്സിൽ ഒരു വീഡിയോ വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. മാഷിൻ്റെ അത് മാഷ് എന്നെ പറയുന്ന കാര്യം കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഖുർആൻ പഠിക്കാനും ഖുർആൻ ക്ലാസ് എടുക്കാനും ഖുർആനെ വിമർശിക്കാനും അറബി അറിയണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞു? അറബി അറിഞ്ഞിട്ടും കാര്യമില്ല. കാരണം അള്ളാഹ്ക്ക് അറബി അറിയില്ല. അള്ളാഹ്ക്ക് ഒരു കാര്യം അറബിയിൽ മര്യാദക്ക് പറയാൻ അറിയില്ല. കാരണം അള്ളാഹ് സ്കൂളിൽ പോയിട്ടില്ല. അള്ളാഹ് സ്കൂളിന്റെ പടി കാണാത്തത് കൊണ്ട്, ഭാഷ മര്യാദക്ക് കൈകാര്യം ചെയ്യാൻ അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ട്, ഒരു കാര്യവും വ്യക്തമായിട്ട് തർക്കമില്ലാത്ത രീതിയിൽ, അർത്ഥശങ്കയില്ലാത്ത രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല. കാരണം അള്ളാഹുവിന് കൊളോക്കിയൽ സംസാര ഭാഷ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. മാഷ് പറഞ്ഞ ആ രീതിയിൽ അള്ളാഹ്ക്ക് അറബി അറിയില്ല എങ്കിൽ അത് ആരാണ് തീരുമാനിക്കുന്നത്? മാഷാണ് തീരുമാനിക്കുന്നത്. മാഷിൻ്റെ ഖുർആൻ ക്ലാസ് ഏകദേശം ഞാൻ കേട്ട ഒരാളാണ്. ഒരു ക്ലാസ് ഇതിന് വേണ്ടി അവലംബിക്കുകയാണ്. മാഷ് അള്ളാഹ്ക്ക് അറബി അറിയില്ലെങ്കിൽ ആ അറബി അറിയില്ല എന്ന് പറയാൻ മാത്രം മാഷ് അതിനെ അവലംബിക്കുന്നത് ഒരു ചെറിയൊരു, കാരണം ഭാഷയിലേക്ക് വല്ലാണ്ട് പോകണ്ട, ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 35 ലയസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ, അവിടെ അനാവശ്യമായ വാക്കുകളോ വ്യാജമായ വാർത്തകളോ ഒന്നും നിങ്ങൾ കേൾക്കുകയില്ല. സ്വർഗത്തില് ഇവിടെ ഈ ഒരൊറ്റ അധ്യായത്തിൽ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. അത് മാഷ ചെറുതാക്കാനല്ല കേട്ടോ, ആ ഭാഷയെ ബന്ധപ്പെട്ട് പറയാണ്. ഇപ്പം ലാ യസ്മഊൻ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല എന്നാണ്. മാഷ അവിടെ പറയുന്നത് ല യസ്മഊൻ, നിശ്ചയം കേൾക്കുമെന്നാണ്. ഖുർആനിലുള്ളത് ലാ യസ്മഊൻ എന്നാണ്. മാഷ് പറയുന്നതാവട്ടെ ല യസ്മഊൻ എന്നാണ്. എന്നിട്ട് അതിൻ്റെ മലയാള പരിഭാഷ വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കില്ല എന്നുമാണ് പറയുന്നത്. ഇത് ഇങ്ങനെ ആ അധ്യായം തന്നെ ഇങ്ങനെ കുറേ വട്ടം, ആ അധ്യായം ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അതിൽ തന്നെ മാഷ് പിന്നൊന്ന് പറയുന്നത് വകദ്ദബൂ ബിഹി കിദ്ദാബ, അത് ആ അധ്യായത്തിൽ തന്നെ ഉള്ളതാണ്. മാഷ് പറയുന്ന ഈ വാക്കുകൾ ഇങ്ങനെ അർത്ഥമില്ലാതെ വെറുതെ ഇങ്ങനെ വാരി വലിച്ച് ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ അന്ത്യാക്ഷരപ്രാസം പറയുന്നത് വെറുതെ ഇങ്ങനെ കുറേ തോന്നിയത് ഇങ്ങനെ പറയുകയാണ് എന്നാണ് മാഷ് പറയുന്നത്. മാഷ് ആ പറഞ്ഞതിന് ഉദാഹരണം വകദ്ദബൂ ബി ആയാതിന കിദ്ദാബ, ആ കിദ്ദാബ എന്നത് വെറുതെ അങ്ങ് പറയാണ് എന്നാണ്. സത്യത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ, നമ്മുടെ ആയത്തുകളെ അവർ ഒരു വ്യാജമാക്കുകയും ചെയ്തു. കദ്ദബൂ കിദ്ദാബ, വ്യാജമാക്കുകയും ചെയ്തു. ഇതൊക്കെ ഭാഷാ വൈകല്യമാണ്, ഒരേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആവർത്തിക്കുന്നത്. അതൊക്കെ പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒപ്പിച്ച വേലയാണ്. അതാണ് മാഷ് പറഞ്ഞത്. അവിടെ കിദ്ദാബ എന്നുള്ളത് ഭാഷ പഠിച്ച ഒരാൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ ക്രിയയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഭാഷയിലും അങ്ങനെ ഉണ്ട്. ഒരു ഓട്ടോ ഓടി, ഒരടി അടിച്ചു എന്നൊക്കെ പറയുന്ന വലറബൂഹു ലർബൻ എന്ന് പറയാറുണ്ട്. മറർത്തു ബിഹി മററൻ, ഇങ്ങനെ അക്കൽത്തു ബിഹി അഖലൻ
ഇങ്ങനെ അറബിയിലും അല്ലാത്തോട്ട് ഒരു ഓട്ടോ ഓടി ഒരടി അടിച്ചു എന്നൊക്കെ മലയാളത്തിലും എല്ലാ ഭാഷയിലുള്ളതുപോലെ അറബിയിലുണ്ട്. പക്ഷെ അത് അറബിയിൽ അങ്ങനെ ഈ ഇത് കാണുമ്പോൾ മാഷ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. അതേ അധ്യായത്തിൽ തന്നെ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത, അവിടെ മാഷ് ചോദിക്കുന്നത് ഈ മീഖാത്തിനെ കുറിച്ചാണ്. മീഖാത്ത് എന്ന് പറയുന്നത് ഒരു കാലഘട്ടം, ഒരു സ്ഥലം, ഇതിനൊക്കെ പറയാനാണ് അറബിയിൽ ഉപയോഗിക്കുന്നത്. അവിടെ ഈ മാഷ് ഇതേ വാക്കുകൾ ആക്ഷേപിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ 24-ാമത്തെ വാക്യം, ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, അതിൽ വെച്ച് ഒരു തണുപ്പാകട്ടെ വല്ല പാനീയമാകട്ടെ അവർ രുചി നോക്കുന്നതല്ല. ഷറാബും ബർദും ഇല്ല എന്നാണ്. ബർദ് പറഞ്ഞാൽ തണുപ്പ് മഞ്ഞും എന്നൊക്കെയാണ് അർത്ഥം. ഷറാബ് എന്ന് പറഞ്ഞാൽ പാനീയം, കുടിക്കുന്ന സാധനം എന്നാണ്. എന്നാൽ കുടിക്കുന്ന സാധനം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലാ ഹമീമൻ വഗസ്സാഖ, ഹമീമും വഗസ്സാഖ, ഹമീമും ഗസ്സാഖും അല്ലാതെ ഒന്നുമില്ല കുടിക്കാൻ. അപ്പൊ ഹമീമും ഇപ്പം അതിൽ പറഞ്ഞത് കൂടുതൽ പറയുന്നില്ല. അതായത് ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇസ്ലാമിലൊരു അടിസ്ഥാന വാക്യമാണ്. അതിൽ ലാ ഇലാഹ, ഒരൊറ്റ ദൈവവുമില്ല, ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ എന്നാണ്. മാഷ് ഇത് വിചാരിക്കുന്നത് അതേപോലത്തെ ഒരു വാക്കാണിത്. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാഖ. ആദ്യം അവിടെ വെള്ളമില്ല. ലാ യദൂഖൂന ഫീഹാ ബർദൻ, തണുത്ത വെള്ളമോ, വലാ ഷറാബൻ, കുടിനീരോ ഒന്നും അവിടെ ഇല്ല. ഇല്ലാ ഹമീമൻ വഗസ്സാഖ, പിന്നെ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് വൈരുദ്ധ്യം എന്നും പറയുന്നത്. മാഷ് അറബിയിൽ ഇസ്തിസ്ന ഇല്ലട്ടു പറഞ്ഞപ്പോൾ അവിടെ ക്ലാസ്സിൽ ഒരാളില്ല, ഇല്ല അബാബക്കർ, അബാബക്കർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നിച്ച് നിഷേധിക്കുകയും ഒരാളെ മാത്രം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഭാഷയിലെ പ്രയോഗമാണ്. അപ്പം ഞാൻ ഒരു അധ്യായത്തിലെ മാഷിൻ്റെ അത് മാത്രമാണ്. ഇനി അതവിടെ കട്ടെ. ഇപ്പോൾ ഭാഷയെക്കുറിച്ചാണ്. ഇപ്പോൾ അള്ളാഹ്ക്ക് അറബി അറിയില്ല എന്ന് പറയുന്ന ഒരാൾ അറബിയിലുള്ള ഖുർആൻ അത് അള്ളാഹു ഇറക്കിയോ ഇറക്കിയില്ല, അത് വേറെ നമ്മുടെ വിശ്വാസികളുടെ മാത്രം ബാധകമായ കേസാണ്. ഭൗതികവാദികൾ ഖുർആനെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ ഖുർആൻ വിമർശന വിധേയമാക്കാൻ അറബി ഭാഷ പഠിക്കുകയും അറബി സംസ്കാരം പഠിപ്പിക്കുകയും അവരുടെ ചരിത്രങ്ങൾ പഠിക്കുകയും അങ്ങനെ പഠിച്ചതിന് ശേഷം, അത് വിമർശിക്കാൻ വേണ്ടി പഠിച്ചതല്ല, അതങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ അവർക്ക് യുക്തിയുക്തമല്ല എന്ന് തോന്നും, അതിനെ വസ്തുനിഷ്ഠതല്ല എന്ന് തോന്നും. അങ്ങനെ ആയമേറിയ അപഗ്രഥനത്തിലേക്ക് പോയി വിമർശിച്ചവരുണ്ട്. അതിന് മുസ്ലിം പണ്ഡിതന്മാർ ആ തലത്തിൽ നിന്ന് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. മാഷ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ മാഷ് 40-45 കൊല്ലമായാലും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതൊരു പ്രശ്നമല്ല. ഇവിടെ ഒരുപാട് ആളുകൾ ഇസ്ലാം മതം വിമർശിക്കുന്നുണ്ട്. പക്ഷെ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞ് ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് അറബി അറിയും എന്ന രീതിയിൽ അതിനെ ആക്ഷേപിക്കുക മാഷ ചെയ്യുന്നത്. മാഷ വാക്കുകളും ഭാഷകളും ഒക്കെ ഖുർആനിനെ പുച്ഛിക്കുകയാണ്, പ്രവാചകനെയും മുസ്ലിങ്ങളെയും നിന്ദിക്കുകയാണ്. മാഷിൻ്റെ ഓരോ ഭാഷക്കും അള്ളാഹു പൊട്ടനാണ്, ഇങ്ങനെയൊക്കെയുള്ള ഭാഷകളാണ് ധാരാളം ആളുകൾ കേട്ടാൽ. അപ്പോൾ ഞാൻ ഈ ഭാഷയിലേക്ക് പോകുന്നില്ല, മാഷ് പറഞ്ഞ ആശയത്തിലേക്കാണ് വരുന്നത്. മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് രണ്ടാമത്തൊരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. ബില്യൺ കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അവരത് ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത്, ഖുർആൻ ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ പല സംഘടനകളും പല ചിന്താ പ്രസ്ഥാനങ്ങളുമുണ്ട്. എന്നാൽ പോലും ഖുർആനിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഖുർആനിനെ കുറിച്ച് വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത, അവരെ പഠിപ്പിക്കാത്ത ആശയമാണ് മാഷ് മുസ്ലിങ്ങളെ മേൽ വെച്ച് കെട്ടിയിട്ട് ഖുർആൻ വെച്ചിട്ട് പറയുന്നത് അവരങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന് പറയുന്നിടത്ത് മാഷ് പറയുന്നത്, പിന്നെ ഹജ്ജിന് പോയവർക്കറിയാം, സഫാ മർവ എന്ന ഈ 2 കുന്നുകളെ ശആഇരില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ വിഗ്രഹങ്ങളാണ്, ബിംബങ്ങളാണെന്നാണ് മാഷ് പറയുന്നത്. മുസ്ലിങ്ങൾ പൊതുവെ ബഹുദൈവാരാധനക്കെതിരാണ്. അതുകൊണ്ട് മാഷ് തന്നെ പറയും ബഹുദൈവാരാധനക്കെതിരാണ്, പക്ഷേ ബിംബങ്ങൾ അവർക്ക് ഉണ്ട് താനും, അതിനൊരു കുഴപ്പമില്ല എന്നാണ്. ആ വീഡിയോകൾ കേട്ടോക്കൂ. അതല്ല, മുസ്ലിം രാഷ്ട്രത്തിൽ 2 ഗോത്രങ്ങൾ തമ്മിലല്ല പ്രശ്നം ഉണ്ടാവുക, ഒരു ഗോത്രത്തിനകത്തുള്ള ആളുകൾ തമ്മിലാണ് ചിലപ്പോൾ
ഇന്ന സ്വഫാ വൽ മർവ, ഈ രണ്ട് കുന്നുകൾ, അതിനെ മുസ്ലിങ്ങൾ ആദരപൂർവ്വം കാണുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ആരാധനാപൂർവമല്ല. ആരാധനയും ആദരവും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ അടയാളമാണ്, ചിഹ്നമാണ് ദേശീയ പതാക, ഭരണഘടന എന്നൊക്കെ. ഭരണഘടന, ദേശീയ പതാകയെ നമ്മൾ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ആരാധിക്കുന്നു എന്നല്ല. പക്ഷെ അത് മുസ്ലിങ്ങളുടെ പേരിൽ മാഷ് ഒരിക്കൽ പോലും മുസ്ലിങ്ങൾ സഫാ മർവയെ ആരാധിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിൻ്റെ സബബുൻ നുസൂൽ, ഇതിറങ്ങാനുള്ള പശ്ചാത്തലം, ഈ വചനം അവതരിക്കുന്നത് സ്വഫയിലെയും മർവയിലെയും രണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. ആദ്യം അൻസാറുകൾ വന്നിട്ട് അതിൽ ത്വവാഫ് ചെയ്യാൻ, സഈ ചെയ്യാനൊക്കെ, സഈ ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ, ഒരു വിഷമം തോന്നിയപ്പോൾ അത് ആ വിഗ്രഹങ്ങളെല്ലാം ഒക്കെ എടുത്തു കളഞ്ഞല്ലോ. ഇനി ആ മലകൾ കേവലം മലകളും കുന്നുകളും മാത്രമാണ്. അള്ളാഹു ആദരിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ ആദരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. അത് നിങ്ങൾ സഈ ചെയ്യൂ എന്നാണ് പറയുന്നത്. അതിനെയാണ്, ഇല്ലെങ്കിൽ തന്നെ മാഷിൻ്റെ മൊത്തം വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ ഈ സബബിൻ നുസൂൽ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ കൂടി മുസ്ലിം സമൂഹത്തിന് മേൽക്കൊണ്ട് വെച്ച് കെട്ടലാണ്. അതിനെ വിമർശിച്ചുകൊണ്ടും അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങുന്നത്. ഒന്നതാണ്. രണ്ട്, മാഷൊരു വീഡിയോയിലുള്ളതാണ്, നിരപരാധികളെ കൊല്ലാനാണ് ഇസ്ലാമിലെ കൽപ്പന. അതെവിടെയാണ് പറയുന്നത്? കിസാസ് പറയുന്നിടത്താണ്. കുത്തിബ അലൈക്കുമുൽ കിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ എന്ന വാക്ക് ഓതിയിട്ട് മാഷ് തന്നെ ഒരു കഥ ഉണ്ടാക്കുകയാണ്. ഇപ്പം രണ്ട് ഗോത്രങ്ങൾ, ഇപ്പം ഇന്നത്തെ കാലത്ത് രാജ്യങ്ങളാണ്, അന്ന് രണ്ട് ഗോത്രങ്ങളാണ്. അങ്ങനെ ഒരു ഗോത്രത്തിലെ ഒരാണ് അപ്പുറത്തെ ഗോത്രത്തിലെ പെണ്ണിനെ പോയി കൊന്നു എങ്കിൽ പെണ്ണിന് പെണ്ണ് എന്നല്ലേ, അതുകൊണ്ട് അവിടുത്തെ പെണ്ണ് മരിച്ചതുകൊണ്ട് ഈ ഗോത്രത്തിലെ പെണ്ണിനെ കൊല്ലണം. ഇതെവിടുന്നാ കിട്ടുന്നത്? മാഷ് വെറുതെ പറയാണ്. ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞോ? ഏതെങ്കിലും മലയാള പരിഭാഷകളിലുണ്ടോ? മാഷ് അവലംബിക്കുന്നത് പരിഭാഷകളാണല്ലോ. ഒരു പരിഭാഷയിലുമില്ല. പരിഭാഷയിൽ പോലും ഇല്ലാത്തതാണ് മാഷി സമൂഹത്തെ പറ്റി പറയുന്നത്. അവിടെ അൽ ഹുർറു ബിൽ ഹുർരി എന്ന് പറയുന്നത് കൊന്നോനെ കൊല്ലണം എന്നാണ്. അറബിയിൽ തന്നെ ഒരു നിയമമുണ്ട്, മസലും ബി മസൽ, മുസാവയായിരിക്കണം എന്നാണ്. അന്നുണ്ടായിരുന്ന അനീതിയെ ഒരു ഗോത്രത്തിൽ നിന്ന് അപ്പുറത്തെ ഗോത്രത്തിലുള്ള ആരെങ്കിലും കൊന്നാൽ അവിടെ നന്നായിട്ട് പടയായി വന്ന് ഈ ഗോത്രത്തെ മൊത്തം നശിപ്പിക്കുന്നതിനാണ് ഇത് വിലക്കിക്കൊണ്ട് വരുന്നത്. ഇവിടെ തന്നെ ഇന്ദിരാഗാന്ധിയെ കൊന്നപ്പോൾ സിഖുകാരെ മൊത്തത്തിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദ്രോഹം ചെയ്തിരുന്നു. ഇന്ന് പോലും അതുണ്ട്. പാർട്ടിക്കാരനെ ഒരാളെ വെട്ടിയാൽ തിരിച്ചിങ്ങോട്ട് 10 ആളെ വെട്ടുക. ഇങ്ങനെ 7ാം നൂറ്റാണ്ടിലുള്ള ഒരു നിയമത്തെ നീതിപൂർവമായി കൈകാര്യം ചെയ്യാൻ തെറ്റാരാണോ ചെയ്തത് അയാളെ തന്നെയാണ് വധിക്കേണ്ടത്, ശിക്ഷിക്കേണ്ടത് എന്നാണ്. അത് മാഷിക്ക് അറിയാതെ പോകുന്നത് അവിടെ അറബിയിൽ മാഷ് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ അറബി അറിയാതെ കുറേ ക്ലാസ് എടുത്തിട്ട്, ഖുർആൻ അറിയാതെ ക്ലാസ് എടുത്തിട്ട് എന്താ കുഴപ്പം? നിങ്ങൾ നോക്കൂ, അൽ ഹുർറു ബിൽ ഹുർരി എന്നുള്ളിടത്ത് അൽ ഹുർ എന്ന് പറഞ്ഞാൽ ആരാണോ കാത്തിൽ അയാൾ അറിയപ്പെട്ടിട്ടുണ്ട്, അയാളാണ്. ബിൽ ഹുർ അവിടെയുണ്ട് ഒരു അല്ല്. മാഷ് പറഞ്ഞ മാതിരിയാണെങ്കിൽ വരേണ്ടത് ഹുർറുൻ ബിൽ ഹുർരി അബ്ദുൻ ബിൽ അബ്ദി ഉൻസ ബിൽ ഉൻസ എന്നാ വരേണ്ടത്. അങ്ങനെയല്ല അല്ല പറഞ്ഞത്, അങ്ങനെയല്ല ഖുർആനിലുള്ളത്. മാഷ് പറഞ്ഞ മാതിരി വരേണ്ടത് അങ്ങനെയാണ്. നാം പരിഭാഷകളിലുള്ളതോ മാഷ് മുകളിൽ നിന്നും താഴെ നിന്നും ഒഴിവാക്കിയിട്ട് മാഷ് തന്നെ പറയുന്നുണ്ട്, ചെറിയ പിക്കിംഗ് ആണ് എല്ലാവരും ചെയ്യുന്നത്. മുഫസ്സിറുകളൊക്കെ കൃത്രിമം കാണിക്കാൻ മാഷ് തന്നെ അമാനി മൗലവിൻ്റെത് മുകളിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഖിസാസ് എന്ന് പറഞ്ഞാൽ നീതിപൂർവമായ പ്രതിക്രിയയാണ്, വെറും പ്രതിക്രിയയല്ല, നീതിപൂർവമായ പ്രതിക്രിയയാണ് എന്ന് പറഞ്ഞോടുത്ത് അദ്ദേഹം അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം എടുത്തു മാറ്റിയിട്ടാണ് മാഷ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ തുല്യ വിലയുള്ള തുല്യ മൂല്യമുള്ള ഒരാളെ പകരം കൊന്നുകൊണ്ട് തുല്യ നഷ്ടം മറ്റവർക്ക് വരുത്തുക എന്നതാണ് പ്രതിക്രിയയുടെ യുക്തി. ഇത് ആദ്യകാലത്ത് ഗോത്രകാലത്ത്
നിലവിലുണ്ടായിരുന്ന ഒരു ചട്ടമാണ്, ഒരു നിയമമാണ്. വളരെ പ്രാകൃതമാണ്. കാരണം ഇവിടെ കുറ്റം ചെയ്ത വ്യക്തിയെ അല്ല പകരം കൊല്ലുന്നത്, മറിച്ച് കൊല്ലപ്പെട്ടയാളുടെ മൂല്യം കണക്കാക്കിയിട്ട് തുല്യ മൂല്യമുള്ള നിരപരാധിയായ മറ്റൊരു വ്യക്തിയെ പകരം കൊല്ലുക എന്നതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്നത്തെ നീതിബോധം വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം അന്യായമാണ്, തെമ്മാടിത്തമാണ്. അങ്ങനെ ചെയ്തിക്കണമെങ്കിൽ അന്യായമാണ്. അങ്ങനെ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും മുസ്ലിങ്ങൾ, എത്ര സംഘടന ഉണ്ട്, ഇപ്പം മാഷ കയ്യിൽ തന്നെ ധാരാളം പരിഭാഷകളുണ്ട്, ഓരോ സംഘടനക്കും പരിഭാഷകളുണ്ട്. ഏതെങ്കിലും സംഘടനക്കാരങ്ങനെ പറഞ്ഞോ? ഇല്ല. ഇംഗ്ലീഷിൽ പരിഭാഷയുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവർ പരിഭാഷകൾ എഴുതിയിട്ടുണ്ട്. അവരാരും പറയാത്തത്, ഈ കാലം വരെ മുസ്ലിങ്ങൾ അംഗീകരിക്കാത്തത് മുസ്ലിങ്ങളെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഖുർആനാണല്ലോ മുന്നിൽ വെച്ചിട്ട് നിൽക്കുന്നത്. ഖുർആൻ, അപ്പോൾ ഇത് ഖുർആനിലുണ്ട് എന്ന് തോന്നും. മാഷ ഖുർആന്റെ ക്ലാസിൻ്റെ പ്രൊമോട്ടർമാരാരാണ്? ഇതര മതസ്ഥർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരാണ്. അവരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്നിട്ട് മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുവാനും അവരെക്കുറിച്ച് ഭീതി ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഈ ക്ലാസ്സുകൾ. ആ മൊത്തം ക്ലാസ് എടുത്ത് പരിശോധിച്ചാൽ ഇതാണ് അതിൻ്റെ അകത്തുള്ളത്. മാഷ് അറിഞ്ഞോ അറിയാതെയോ മാഷ് ഇവിടെ ചെയ്യുന്നത് മുസ്ലിങ്ങളൊക്കെ മോശക്കാരാണ്, അവരൊക്കെ പാർശ്വവൽക്കരിക്കുകയും അവരെക്കുറിച്ച് ഭീതി ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ആ ക്ലാസ്. അതിൽ മറ്റൊരു സംഗതിയാണ്, പിന്നെ മാഷ് തന്നെ പറയുന്നൊരു സംഗതിയാണ്, ഈ നൊന്തുപെറ്റ സ്ത്രീക്ക് കുഞ്ഞിൽ ഒരു അവകാശമല്ല. അത് എവിടെയാണ് പറയുന്നത്? നൊന്തുപെറ്റ സ്ത്രീക്ക്, അതായത് വലിൽ മുത്തല്ലക്കാത്തി, വിവാഹമോചിതയായ ഒരു സ്ത്രീക്ക് കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കണം? ഭർത്താവ് ഏറ്റെടുക്കണം. അവനക്കാണല്ലോ കുഞ്ഞുണ്ടായത്. രണ്ടാളുടെയും ഉത്തരവാദിത്തമാണ് കുഞ്ഞ്. ഇയാൾക്ക് ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യുമ്പോൾ ആ ഉത്തരവാദിത്ത സ്ത്രീകൾ ഓൾറെഡി ഉണ്ട്. പക്ഷെ വക്കാന മൗലൂദുല്ലഹു, അതിൻ്റെ ഉത്തരവാദിത്തം തനിക്കും കൂടി ഉണ്ട്. ആ സ്ത്രീയെ അവശയായി ബുദ്ധിമുട്ടിക്കരുത് എന്നാണ്. ഖുർആൻ വിട്ടോളൂ. ഇന്ന് കോടതിയിലെ നിയമം എന്താണ്? ആ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയ ചെലവിന് കൊടുക്കണം എന്നാണ്. ആര് കൊടുക്കണം? ഭർത്താവ് കൊടുക്കണം എന്നാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ജനാധിപത്യ കോടതിയിലും അതാണ് നിയമമുള്ളത്. ഇല്ലാത്തൊരു നിയമം മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്നാ പറയുന്നത്. ഏതെങ്കിലും മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിക്കണമെങ്കിൽ ഇസ്ലാം എന്ത് പേച്ചു? അപ്പോൾ ഇതാണ് മാഷ് പറയുന്ന മറ്റൊന്ന്. നോക്കൂ, മക്കളും ഇസ്ലാമിൽ ഒരു മക്കൾ ഉമ്മയോട് കാണിക്കേണ്ട മര്യാദകൾ, ഉമ്മ മക്കളോട് കാണിക്കേണ്ട മര്യാദകൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഒരു വൃദ്ധസദനങ്ങളിൽ പോലും ഒരു മുസ്ലിം കുട്ടി വിചാരിക്കുന്ന എൻ്റെ ഉമ്മ അവിടെ ഉണ്ടാകരുത്, എൻ്റെ കാൽ കീഴിൽ തന്നെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവരോട് സ്നേഹപരമായി വളരെ ബഹുമാനപരമായി പെരുമാറണമെന്ന് പഠിപ്പിച്ചതാണ് ഇസ്ലാം. മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദ പഠിപ്പിച്ചതാണ്. ആ മതത്തിൻ്റെ ആളുകളോടാണ് അവർ ചെയ്യാത്ത കാര്യം പറയുന്നത്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വകാന മൗലൂദുല്ലഹാ വകാന മൗലൂദുല്ലഹു, അത് രണ്ടും ഒന്നിച്ചാണ്. ആ മൗലൂദുല്ലഹു എന്ന് പറഞ്ഞാൽ തന്നെ മറ്റേതവിടെ വന്നു ചേരും. ഒരു കാര്യം പറയുന്നത് മഫ്ഹൂം മുഖാലബ എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് എൻ്റെ സമയം അവസാനിച്ചു.